പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അല്ലേ മറ്റുള്ളവർ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തൊരു കാര്യം സൂപ്പർ, നന്നായിട്ട് ചെയ്തു, വെൽ ഡൺ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. കാരണം അത് നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. ഇപ്പോൾ ചിന്തിച്ച് നോക്കുക, ഒരു കുട്ടി 10th-ലോ 12th-ലോ ഒരു എക്സാം എഴുതി നല്ലൊരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ പേരൻസ് അപ്രീഷിയേറ്റ് ചെയ്യും, ടീച്ചേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, നെയ്ബേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, ഫ്രണ്ട്സ് അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല മാർക്ക് വാങ്ങിച്ചു കഴിയുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം വലിയ സന്തോഷമാണ് നമ്മുടെ അകത്തുണ്ടാകുന്നത് അല്ലേ. എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ, എനിക്ക് അത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നൊരു വലിയ സന്തോഷമുണ്ടാകും. അപ്പം ആ സന്തോഷമെന്ന് പറയുന്നത് കാരണമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്രയും വലിയ വിജയം, മറ്റുള്ളവരും പ്രതീക്ഷിച്ചില്ല നമ്മൾ അത്രയും കാര്യങ്ങൾ സാധിക്കുമെന്ന്. അതുകൊണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ചിന്തിച്ചു നോക്കുക, സാഹചര്യങ്ങളെല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുറ്റുപാടുകളിൽ നിന്ന് വിമർശനങ്ങളാണ് നിങ്ങളെപ്പോഴും കേൾക്കുന്നതെങ്കിലോ, കുറ്റപ്പെടുത്തലുകളാണ് നിങ്ങളെപ്പോഴും കേൾക്കുന്നതെങ്കിലോ, അകത്ത് പലപ്പോഴും നമ്മൾ പതറിപ്പോവും, തളർന്നു പോവും, നിരാശപ്പെട്ടു പോവും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബോൾനെസ്സാണ്. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. അവിടെ അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ എന്തു ചെയ്യണം? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. 11-ാമത്തെ വാക്യം, 5-ാമത്തെയും 11-ാം വാക്യം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് വിരോധമായിട്ട് ഉയരുന്ന കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ, അപവാദങ്ങൾ കേൾക്കുമ്പോൾ തളരരുത്. പകരമായി നിങ്ങളുടെ ഉള്ളിലൊരു കാര്യം ഉണ്ടാകണം, സന്തോഷിക്കണം. എന്നാൽ അതേ സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക, നമ്മൾ പലപ്പോഴും ഒരു വ്യക്തി നമ്മളെ കുറ്റപ്പെടുത്തുന്നു, ഒരു വ്യക്തി നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ആ വ്യക്തിക്കെതിരെ നമ്മൾ തിരിയും, ആ വ്യക്തിക്കെതിരെ നമ്മൾ സംസാരിക്കും, ആ വ്യക്തിയെ നമ്മൾ ശത്രുവായിട്ട് കാണും. പക്ഷേ ഒന്നാമത്തെ കാര്യം, ആ പറയുന്ന നെഗറ്റീവ് വാക്കുകളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. 2, ആ പറയുന്ന വ്യക്തിയെ നിങ്ങൾ ശത്രുവായിട്ട് കാണുകയും ചെയ്യരുത്. പകരമായിട്ട് വചനം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ അന്ധകാര ലോകാധിപതികളോടും ഈ പ്രപഞ്ചത്തിലെ അന്ധകാര ലോകാധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ് പോരാട്ടമുള്ളത്. അപ്പോൾ ആ ദുഷ്ടാത്മസേന, അന്ധകാര ലോകാധിപതി, വാഴ്ച, അധികാരം, ഇതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് വ്യക്തികളോടല്ല പോരാട്ടമുള്ളത്. ആ വ്യക്തികളോടുള്ള ഫൈറ്റ്, വ്യക്തികളോടുള്ള നമ്മുടെ മനസ്സിൽ വരുന്ന ഫൈറ്റ്, ആ ഒരു വെറുപ്പ് കൈപ്പെടുത്ത് മാറ്റിയിട്ട് ആ ഡിമോണിക് സ്പിരിറ്റിനെ, നമുക്ക് വിരോധമായി നിൽക്കുന്ന ആ ഡിമോണിക് സ്പിരിറ്റിനോട് ആത്മാവിൽ എതിർത്ത് നിൽക്കുമ്പോൾ, ആമേൻ, നിങ്ങളിൽ ഒരു കാര്യം സംഭവിക്കും. ആ വ്യക്തി, ആമേൻ, ഹല്ലേലൂയ, മാനസാന്തരപ്പെടുകയും ആ വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകുകയും മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകൾ, ആമേൻ, സന്തോഷകരമായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രയാസങ്ങൾ, ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തളരരുത്. നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം. യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫിനെ ദൈവം വിളിച്ചു. യോസഫിന് ദൈവം ദർശനങ്ങളെ കൊടുത്തു. 2 സ്വപ്നം, 1 11 കറ്റയുടെ, 2
11 നക്ഷത്രം, സൂര്യനും ചന്ദ്രനും. ഈ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ രണ്ട് സ്വപ്നങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ അർത്ഥം ഈ സ്വപ്നം, അർത്ഥമല്ല സ്വപ്നം അവൻ ചെന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് അവിടെ വ്യാഖ്യാനിടൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം യാക്കോബിൻ്റെ മക്കളല്ലേ ഇവർ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സേവിക്കുമോ? രണ്ടാമത്തെ സ്വപ്നം യാക്കോബിനോട് ചെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഉൾപ്പെടുന്ന ആ കുടുംബത്തിലുള്ളവർ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, യാക്കോബ് ചോദിച്ചു, ഞാനും നിൻ്റെ അമ്മയും നിന്നെ സേവിക്കുമോ? അപ്പോൾ അവിടെ പകച്ചു, അധികം പകച്ചു, അസൂയ ഉള്ളവരായിട്ട് മാറി. ഈ 3 കാര്യമാണ് കാണുന്നത്. അവർക്ക് അവനോട് ആദ്യമേ നീരസമായിരുന്നു, പിന്നീട് അത് അധികം പകയായിട്ട് മാറി, പിന്നത്തിൽ അവനോട് അസൂയ തോന്നി. അവർ നോക്കുമ്പം അവർ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു നല്ല കാര്യം അവർക്ക് ഭാവിയെക്കുറിച്ച് നല്ലതൊന്നും കാണാനില്ല. പക്ഷേ യോസഫിൻ്റെ ജീവിതത്തിൽ അവൻ അധ്വാനിയല്ല, പക്ഷേ അവൻ നല്ല സ്വപ്നങ്ങളെ കാണുന്നവനായിട്ട് ജീവിക്കുക. അപ്പോൾ ആ യോസഫിൻ്റെ ജീവിതത്തിനകത്ത് ഈ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ നമുക്കറിയാം സഹോദരങ്ങൾ അവനോട് പ്രധാനപ്പെട്ട കാര്യം, അപ്പൻ ഇവരെല്ലാവരേക്കാളും അവനെ സ്നേഹിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസം. അത് ആ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ അവരുടെ ജീവിതത്തിൽ യോസഫിനെ അപ്പൻ പറഞ്ഞു, മക്കളുടെ ജ്യേഷ്ഠന്മാരുടെ വിവരവും അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അവൻ പോയി. അവിടെ ചെന്നപ്പോൾ സഹോദരന്മാർ അവനെ പിടിച്ചുപദ്രവിച്ച് പൊട്ടക്കണറ്റിരുത്തി. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ദർശനത്തിലേക്കുള്ള യാത്ര അവിടെ ആരംഭിക്കുക. ആമേൻ. അവിടെയല്ല ആരംഭിച്ചത്, അവർക്ക് അവനോട് എപ്പം പ്രയാസം തോന്നി അവിടെ ആരംഭിച്ചു. അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ച് അവർ അവനെ ഉപദ്രവിച്ചു, അവനെ വിറ്റു. ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റു, പൊട്ടക്കിണറ്റിൽ എടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് അവനെ വിറ്റ് അവൻ്റെ സഹോദരന്മാർ വിറ്റ് അവർ നേരെ മിസ്രൈമിൽ അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവനെ അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ അവിടെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി അവനെ വിറ്റു, അടിമ വസ്തുവായിട്ട് വിറ്റു, അടിമയായിട്ട് വിറ്റു. അവിടെ പോത്തിഫറിൻ്റെ വീട്ടിൽ ജോലിക്കാരനായിട്ട് മാറി. അവിടെ അവൻ വിശ്വസ്തനായിരിക്കുന്ന കാലം, അവൻ തെറ്റ് ചെയ്തില്ല, വിശ്വസ്തനായിരിക്കുന്ന കാലം. എന്നാൽ അവൻ ചെയ്യാത്തതിനെക്കുറിച്ച് അപവാദം ആ വീട്ടിലെ സ്ത്രീ പറയാനിടയായി. സംഭവിച്ചൊരു കാര്യം ഇതാ, യോസഫ് അതിന് മുമ്പിൽ പതറിയില്ല. യോസഫിനെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തടവറയിലേക്ക് എടുത്തിട്ടു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പ്ലാൻ പോലല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, അവൻ്റെ പ്ലാനിൽ നിങ്ങളായിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ഓരോ ചുവടുകളിലും നിങ്ങളെ താങ്ങുന്നൊരു കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല, ചിലതിന് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഡോണ്ട് വറി, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. എല്ലാ വഴികളിലും കർത്താവിൻ്റെ സുരക്ഷിതമായ കാവലിനകത്താണ് നിങ്ങൾ. ഒരു തിന്മയും ഒരു പ്രതിസന്ധിയും ഒരു പ്രതികൂലവും നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വാഴാൻ അവൻ അനുവദിക്കത്തില്ല. നിൻ്റെ ജീവിതയാത്രയിൽ ഗോഡ് ഈസ് വിത്ത് യു ഓൾവേസ്. കർത്താവ് നിൻ്റെ കൂടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യോസഫിനെ ആ ഒരു വലിയ അപവാദം അതൊരു ഏറ്റവും വലിയ കണക്ഷനായിട്ട് അവൻ്റെ ജീവിതത്തിൽ മാറി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അപവാദം കേൾക്കുമ്പോൾ തിന്മയായ വാക്ക്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടല്ല, പത്രോസിൻ്റെ ലേഖനത്തിൽ അത് പറഞ്ഞു, നിങ്ങൾ തിന്മ ചെയ്തിട്ടല്ല നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടത്, നന്മ ചെയ്തിട്ട് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന വചനം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന യോസഫ് നിരാശപ്പെടുകയല്ല ചെയ്ത്, അവൻ അവിടെ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ഏൽപ്പിച്ച പണി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ സാധിക്കുന്ന യോസഫിനെ ഹല്ലേലൂയ ദൈവം ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ, ചിലതൊക്കെ നിങ്ങളെ വിട്ടുപോകുന്ന പോലെ തോന്നുമ്പോൾ, ചില കാര്യങ്ങൾ നിങ്ങളെ വന്ന് ആമേൻ നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുമ്പോൾ തലകുനിക്കരുത്. പകരമായി അകത്ത് ബോധ്യം ഉണ്ടായിരിക്കണം,
യെസ്, ഹല്ലേലൂയ. ഈ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് വചനം എഴുതിയിരിക്കുന്നെങ്കിൽ സകലതും നന്മയ്ക്കായി മാത്രമേ തീരൂ. സകലതും. യെസ്, ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുന്ന ആളെ, വ്യക്തിയെ നിങ്ങൾ ശത്രുവായിട്ട് കാണരുത്. അതുകൊണ്ട് തന്നെ അവരോട് പ്രതികരിക്കാൻ നിൽക്കരുത്. അത് രണ്ടും ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം. ഹല്ലേലൂയ, സകലതും എൻ്റെ നന്മയ്ക്കായിട്ട് തീരുന്നത്. സകല കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായിട്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായിട്ട്. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ മൈ ഗുഡ് അലോൺ. എൻ്റെ നന്മയ്ക്കായിട്ട്, സകലതും എൻ്റെ നന്മയ്ക്കായിട്ട്. ഒരു കാര്യവും എനിക്ക് ദോഷത്തിനായി വരത്തില്ല. ഒന്നും എൻ്റെ ദോഷത്തിനായി ഭവിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കിക്കേ, സഹോദരങ്ങൾ വിറ്റത്. ആമേൻ. ഈ പോത്തിഫറിൻ്റെ ഭാര്യ നുണ പറഞ്ഞത്, ചെയ്തതല്ല, ചെയ്ത കാര്യമേ അല്ല, നുണയാ പറയുന്നത്. ദാറ്റ്സ് എ സ്പിരിറ്റ്. അവിടെ യോസഫിന് പഴയ നിയമത്തിൽ ഈ ആത്മാവിൻ്റെ പോരാട്ടമൊന്നും അവർക്ക് അറിയത്തില്ല. അതായത് ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളതെന്ന് യോസഫിന് അറിയത്തില്ല. നമുക്കറിയാം, പൗലോസിനെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മളോട് സുവിശേഷം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് തിരിഞ്ഞ് ആത്മാവിനെ ശാസിച്ചു. ആ വ്യക്തിയല്ല, ആത്മാവിനെ ശാസിച്ചു. അപ്പോൾ ഇത് യോസഫിനെ അറിയത്തില്ലല്ലോ. ആ സ്പിരിറ്റാണ് ഈ നുണ പറയുന്ന ഇവന് വിരോധമായി, ഇവനെ ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കാനായിട്ട് ഇവന് വിരോധമായി, ഇവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉയരരുത് എന്നുള്ള ഏറ്റവും വലിയൊരു അപവാദം അവൻ്റെ തലയിലേക്കിട്ട്. പക്ഷേ ആ ഒരൊറ്റ അപവാദം അവൻ്റെ ചരിത്രം മാറ്റുന്ന കാര്യമായിട്ട് മാറി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശയിൽ കൂടെ പോവുകയാണോ? തളർച്ചയിൽ കൂടെ പോവുകയാണോ? എങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ നിരാശപ്പെടുകയാണോ? സത്യം നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടും നീതി നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടും നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണോ? ഇവിടെ പറയുന്ന നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ, ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്ന സമയത്ത്, ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവർ അത്ഭുതപ്പെടുന്ന പോലെ. യെസ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ പ്രവൃത്തി ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് രണ്ട് കാര്യം, നിങ്ങൾക്ക് വിരോധമായി അപവാദങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, പ്രതികൂലങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, നുണ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ശ്രദ്ധിക്കരുത്. അവർ പാവമാണ്. അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റിനെ. യെസ്, ഹല്ലേലൂയ. യോസഫ് ആമേൻ അവിടെ ആ വ്യക്തിയോട് പ്രതികരിച്ചില്ല. അവൻ ആ സ്പിരിറ്റിനോട് പ്രതികരിക്കാനും അറിയത്തില്ല. പക്ഷേ പൗലോസിനെ നമുക്കറിയാം. പൗലോസിന് മുഷിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? ആ സ്പിരിറ്റിനെ ശാസിച്ചു. ആ സ്പിരിറ്റ് പുറത്തുപോയി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ആമേൻ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ആമേൻ, അത് നിങ്ങൾക്ക് വിരോധമായി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. ആ ഭോഷ്കിൻ്റെ ആത്മാവ് എന്നേക്കുമായി കീഴ്പ്പെടുക മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ആ യോസഫ് ആമേൻ, അവൻ്റെ സഹോദരങ്ങൾക്ക് പിതൃഭവനത്തിനെല്ലാം ഒരു അനുഗ്രഹമായിട്ട് തീർന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വെല്ലുവിളികളും ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളവരാക്കി, നിങ്ങളെ കൂടുതൽ കൃപയുള്ളവരാക്കി, നിങ്ങളെ കൂടുതൽ ശക്തന്മാരാക്കി. അപ്പോൾ അതിന് നിങ്ങൾ വിചാരിക്കരുത് കഷ്ടതയാണ് നിങ്ങളെ ഏറ്റവും മൂർച്ചയുള്ളവരും ശക്തന്മാരുമായിട്ട് മാറ്റുന്നതല്ല, ദൈവവചനമാണ്. പക്ഷേ ഈ വചനമുള്ളൊരു വ്യക്തിക്ക് വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വചനം നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ എത്ര വലിയ വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഉറച്ചവിടെ നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉറച്ചവിടെ നിൽക്കാൻ സാധിക്കും. യെസ്, ഹല്ലേലൂയ. തളരരുത്, നിരാശപ്പെടരുത്. ബോധ്യമുള്ളവരായി കർത്താവിലുള്ള അസാധാരണ ബോധ്യത്തോടുകൂടെ, യെസ്, എൻ്റെ ദൈവം എനിക്ക് ചെയ്തിരിക്കുന്നത് ആമേൻ
ഏറ്റവും വലുതാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും വലുത്. ആ ബോധ്യത്തിൽ തന്നെ നിൽക്കുക. നമുക്ക് ഇവിടെ നമുക്ക് മറ്റൊരാളെ കാണാൻ സാധിക്കുന്നത് മൊർദെഖായി ആയിരിക്കുന്ന ദേശത്ത് ഹാമാനെ രാജാവ് ഉയർത്തിവെച്ചു. ഹാമാനെ ഉയർത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഹാമാനെ സംബന്ധിച്ചിടത്തോളം രാജാവിനോട് തൊട്ടടുത്ത സ്ഥാനം, പ്രത്യേക പദവി, ഹാമാൻ്റെ വാക്കിന് പ്രത്യേക മതിപ്പ്, പ്രത്യേക വിലയാണ്. അപ്പോൾ ഹാമാനെ സംബന്ധിച്ചിടത്തോളം ആ ദേശത്ത് അർഹിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. രാജാവിനാൽ ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറി. അങ്ങനെ രാജാവിനാൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ഹാമാൻ അത്രയും ശക്തമായി മാനിക്കപ്പെട്ടിട്ടും മൊർദെഖായി ഒരു കാര്യം തീരുമാനിച്ചു: ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും എൻ്റെ തല കുനിക്കത്തില്ല. മൊർദെഖായിയുടെ സ്ട്രോങ് ഒരു ഡിസിഷനായിരുന്നു, എൻ്റെ ദൈവം. അപ്പം മൊർദെഖായിയുടെ ആ ഒരു ഡിസിഷൻ, അത് മറ്റെല്ലാവരും ഹാമാൻ്റെ മുമ്പിൽ താണു വീണ് നമസ്കരിക്കുമ്പോൾ മൊർദെഖായി മാത്രം ധൈര്യമായിട്ട് നിൽക്കുക. അവൻ തല കുനിക്കാൻ റെഡിയല്ല. അവൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിന് മുമ്പിലല്ല ഞാൻ ആരുടെ മുമ്പിൽ തല കുനിക്കത്തില്ല. അത് അവർക്ക് ഹാമാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേരും അവനെ മാനിക്കുന്നു, ഇത്രയും പേരും അവനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാവരും അവനെ വലിയ നേതാവായി കാണുമ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന അടിമ, അവൻ മൊർദെഖായി എന്ന് പറയുന്ന ആൾ ആരുമല്ല, ഒരു അടിമയാണ്, ദേശത്ത് വന്നിരിക്കുന്ന ഒരു അടിമയാണ്. ആ അടിമയായിരിക്കുന്ന മൊർദെഖായി ഈ ഉന്നതനായ രാജാവിൻ്റെ അടുത്ത സ്ഥാനിയായ രണ്ടാം സ്ഥാനക്കാരനായ ഹാമാനെ മാനിക്കാതെ തലനുവർന്ന് നിൽക്കുമ്പോൾ, നെഞ്ചുവിരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇവന് മറ്റെല്ലാവരും മാനിക്കുന്നതിൽ കിട്ടുന്ന സന്തോഷമെല്ലാം ഈ ഒരൊറ്റ പോയിന്റിൽ നഷ്ടപ്പെടുക. ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് അവൻ മൊർദെഖായിയുടെ തലമുറയെ തന്നെ നശിപ്പിക്കാനായിട്ട്, ആ വംശത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് ഹാമാൻ പദ്ധതിയിട്ടു. ഹാമാൻ ചെയ്ത കാര്യം രാജാവിനോട് തെറ്റായ കാര്യം ചെന്ന് പറയുക. ഇവർ ഈ ഒരു സമൂഹം നിന്നെ ധിക്കരിക്കുന്നു, നിനക്ക് വിരോധമായിട്ട് നിൽക്കുന്നു. തെറ്റായ കാര്യം ചെന്ന് പറഞ്ഞു. എന്തിനാ? മൊർദെഖായിയെ എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട്. തെറ്റായ കാര്യം, ശരിയല്ല. ആ ജനത ഇവർക്ക് വിരോധമായിട്ടൊന്നും എഴുന്നേൽക്കുന്നൊന്നുമില്ല. ഇവർ അവിടെ ആയിരിക്കുന്ന പദവിയിൽ അവരുടെ കാര്യം ചെയ്തുകൊണ്ട് പോവുക. പക്ഷേ മൊർദെഖായി മാനിക്കുന്നില്ല, ഹാമാനെ മാനിക്കുന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെന്ന് മൊർദെഖായിയെക്കുറിച്ച് ഹാമാൻ രാജാവിനോട് പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവൻ അധികാരമൊക്കെ പ്രാപിച്ചവൻ മുദ്രമോതിരമിട്ട് രാജാവിൻ്റെ അതേ പദവിയിലെന്ന് തന്നെ പറയാം. അവൻ മുദ്ര വെച്ചാൽ അത് നിയമമാകുന്ന തലത്തിലാണ് ഹാമാൻ്റെ അവിടുത്തെ പദവി. അതുകൊണ്ട് തന്നെ മൊർദെഖായിയും ആ വംശത്തെ തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് അവൻ ദിവസം കുറിച്ച് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അതേ സ്ഥലത്ത് അവൻ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങി. അവൻ ദേഷ്യം വന്നിട്ട്, ഈ കയ്പ് വന്നിട്ട് ഹാമാൻ നിശ്ചയിച്ചു മൊർദെഖായിയെ കൊന്നുകളയാനായിട്ട് ഒരു കഴുമരം ഉണ്ടാക്കി. പക്ഷെ സംഭവിച്ച കാര്യം ഇതാ, അതേ കഴുമരത്തിൽ മൊർദെഖായിയെ കൊല്ലാനായിട്ട് ഹാമാൻ ഉയർത്തിയ അതേ കഴുമരത്തിൽ ഹാമാനെ തൂക്കാനിടയായെന്ന് മാത്രമല്ല, അന്നു മുതൽ മൊർദെഖായിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനിടയായി. ആ മൊർദെഖായി പിന്നെ ചെയ്ത കാര്യം എന്താ? ആ ഹാമാൻ്റെ അതേ സ്ഥാനത്ത് വന്നപ്പോൾ ഇപ്പം മൊർദെഖായി പറയുന്നതാണ് ഇവിടുത്തെ നിയമം. മൊർദെഖായിയുടെ കയ്യിൽ മുദ്രമോതിരം വന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ചുറ്റുപാടുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട്, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട്, സമൂഹത്തിൽ, സഭയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ തെറ്റായിട്ട് ആളുകൾ നിങ്ങൾ പറഞ്ഞത് ആരും വിശ്വസിക്കാൻ റെഡിയല്ല. നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷേ ആരും വിശ്വസിക്കാൻ റെഡിയല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ നിരാശപ്പെടരുത്.
നിങ്ങളൊക്കെ വലിയ ബോധ്യം ഉണ്ടാവട്ടെ. എൻ്റെ ദൈവം നീതിമാനാണ്. അവൻ തൻ്റെ നീതിയെ വെളിപ്പെടുത്തും. അവൻ തൻ്റെ നീതിയെ എനിക്കായി വെളിപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് കർത്താവ് നിർത്തിയിരിക്കുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല. ആമേൻ. കാനാവിലെ കല്യാണ വീട്ടിൽ ആ വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ ഒരു ലജ്ജ നേരിടാനുള്ള സാധ്യത വീട്ടിനകത്തുണ്ട്. പക്ഷേ പുറത്തുള്ളവരാരും അറിയാതെ എൻ്റെ കർത്താവ് ആ വിഷയത്തിനകത്ത് ഇടപെട്ടെങ്കിൽ ഞാൻ പറയാം, നിൻ്റെ ജീവിതത്തിനകത്ത് എത്രത്തോളം അപവാദം, എത്രത്തോളം കുറ്റം, എത്രത്തോളം അമൻ കുറ്റാരോപിതനായി നിങ്ങൾ നിൽക്കുകയാണോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ തകർന്നു പോകാൻ, നിങ്ങൾ നശിച്ചു പോകാൻ ഇടവരാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കായിട്ട് വെളിപ്പെടും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സുറപ്പിക്കണം, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശത്രുവായി കാണരുത്. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശത്രുവായിട്ട് കാണരുത്. ആമേൻ. ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അതല്ല പറഞ്ഞു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് പറഞ്ഞത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ബെസ്റ്റ് പ്രോമിസിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്രോമിസ് ലാൻഡ് ഈസ് ഓൾറെഡി പ്രിപ്പേർഡ് ഫോർ യു. ആമേൻ. ആ വാഗ്ദത്ത ദേശം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. നീ ഓൾറെഡി അതിൻ്റെ അകത്ത്. അത് ഈ ദിവസം, ഈ അധികം നാളുകളും വർഷങ്ങളും എടുത്തല്ല, ഇന്ന് തന്നെ അതിനുമേൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. നീ അത്ഭുതം കാണും. ഇന്നത്തെ ദിവസം തന്നെ. വർഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ഇന്ന് തന്നെ നിനക്ക് വേണ്ടി കർത്താവിൻ്റെ കരവട നീട്ടപ്പെടും. വിരോധമായി എഴുന്നേറ്റ അത്രയും കാര്യങ്ങളുടെ മുമ്പിലും നിങ്ങളെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. ബാലനെന്ന് കളിയാക്കിയ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യപ്പെട്ടു അല്ലേ, ഗോലിയാത്തിനെയും ദാവീദിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ശൗല് പറഞ്ഞു, നീ ബാലന, അവൻ യോദ്ധാവാ. പക്ഷേ അതേ ശൗല് ആമേൻ ദാവീദിനെ ഓണർ ചെയ്യപ്പെടുന്ന നിലയിൽ ദാവീദിനെ കർത്താവ് മാനിച്ചു. ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കിയതാണ് ശൗല്. ഒറ്റ കാരണം കൊണ്ടാണ് അവൻ്റെ അകത്ത് വന്ന ദുരാത്മാവ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അത് കണ്ടിട്ട് തിരിച്ച് ശൗലിനോട് പ്രതികരിക്കാൻ നിന്നില്ല എല്ലായിടത്തും. കാരണം ദാവീദിനൊരു കാര്യം അറിയാം, ഇത് വ്യക്തിയല്ല. കാരണം കിന്നര വായിച്ചപ്പോൾ അശുദ്ധാത്മാവ് ശൗലിനെ വിട്ടുപോയതും സൗഖ്യം വന്നതൊക്കെ ദാവീദ് കണ്ടത്. ദാവീദിനറിയാം എൻ്റെ ഈ രാജാവ്. അതുകൊണ്ടാണ് ശൗലെ പിതാവേ എന്നൊക്കെ വിളിക്കുന്നത്. കാരണം ശൗലിൻ്റെ റിയൽ ക്യാരക്ടർ ദാവീദിനറിയാം. പക്ഷെ ഇതൊരു അനുസരണക്കേട് കൊണ്ട് അവൻ്റെ മേൽ ദൈവം അയച്ച ദുരാത്മാവിനാലാണ് ദാവീദിനെതിരെയുള്ളൊരു വികാരം അവനിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ ശത്രുവായിട്ട് ശൗലിനെ ദാവീദ് കണ്ടില്ല. ദാവീദിൻ്റെ അകത്തൊരു കാര്യം അറിയാം, എന്നെ അഭിഷേകം ചെയ്തവൻ ശൗലിൻ്റെ സപ്പോർട്ടില്ലാതെ തന്നെ എന്നെ പൊസിഷനിൽ എത്തിക്കാൻ മതിയായവനാണ്. എന്നെ ഈ പൊസിഷനിൽ എത്തിക്കാനായിട്ട് എൻ്റെ ദൈവം മതിയായവനാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുമ്പോൾ നിരാശപ്പെടരുത്, തളരരുത്. അതുപോലെ തന്നെ കയ്പും വെറുപ്പുമുള്ളവരായിട്ട് മാറരുത്. നിങ്ങൾ അവരോട് പ്രതികരിക്കാനായിട്ട് എഴുന്നേൽക്കരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളത്. നിങ്ങൾ പ്രതികരിക്കരുത്. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആ മനസ്സിനകത്ത് വലിയ ശാന്തത വരട്ടെ. ഇല്ല, ഒരു ലജ്ജയും നേരിടത്തില്ല. ആരുടെ മുമ്പിലും നിങ്ങൾ തല കുനിക്കാൻ ഇടവരത്തില്ല. മൊർദെഖായിയെ കൊല്ലാനായിട്ട് ഹാമാൻ ഈ കൊടിമരമൊക്കെ ഉയർത്തി രാജാവ് പറഞ്ഞില്ല. ഒരുപക്ഷെ മൊർദെഖായി പോലും അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരം ചലിച്ചപ്പോൾ നീതിയായതിനെ അവൻ ചെയ്തു. യോസഫിനെ നുണ പറഞ്ഞ് തടവറയിലേക്ക് അയച്ചപ്പോൾ, ഉപദ്രവിച്ച് അടിമയായിട്ട് എടുത്തെറിഞ്ഞപ്പോൾ അവരാരും വിചാരിച്ചില്ല
ഇവൻ മാനിക്കപ്പെടുമെന്ന്. ദാവീദ് യോസഫ് ഒരിടത്തും അവരോട് കയ്പ് വെച്ചുകൊണ്ടിരുന്നില്ല. പക്ഷേ ആ ദേശത്തെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് അവനെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ ഒരു പ്രതിസന്ധികളുടെ മുമ്പിലും ഒരു വിധത്തിലെ ആമേൻ വെല്ലുവിളികളുടെ മുമ്പിലും നിങ്ങൾ പതറരുത്. കാരണം നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഇന്നലകളിലെ പ്രവർത്തനവും ജീവിത രീതിയല്ല. നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വിലയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തീർത്ത പ്രവൃത്തിയാണ്. ആ ചെയ്ത് തീർത്ത പ്രവൃത്തിയാൽ നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്നതിന് ഒരു ഡൗട്ടും വേണ്ട, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശകളൊക്കെ എടുത്തു കളഞ്ഞു, ചോദ്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു, ധൈര്യത്തോടെ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന് നാടോളം അതിനെ തികയ്ക്കുമെന്ന ബോധ്യം. സകലതും എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട എനിക്ക്, സകലതും എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ. യെസ്, അതെ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. യെസ്, പുതിയതൊന്ന്. യെസ്, പുതിയതൊന്ന്. ഗാഡ് ഈസ് ദെയർ ഫോർ യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവ് നിൻ്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ മാനിക്കുന്ന, വിടുവിക്കുന്ന ദൈവവചനം കർത്താവ് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവ് ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ നിന്ദകളാൽ, അപവാദങ്ങളാൽ മനസ്സ് മുരടിച്ച് പതറി തളർന്നു പോയിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപകാരം ചെയ്തവരിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന്, ആമേൻ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഹൃദയം നുറുകുന്ന, ഹൃദയം തകർക്കുന്ന നിലയിലുള്ള മുറിവേൽറ്റ അനുഭവങ്ങളോടായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ദൈവകൃപ ഒഴുകട്ടെ. അതെ, ദൈവിക ആശ്വാസം, യെസ്, ദൈവിക ആശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, എല്ലാ ഭയങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ. യേശു ക്രിസ്തുവിൽ ആമേൻ അന്ന് സ്ഥാപിച്ച ദൈവിക സമാധാനവും സ്വസ്ഥതയും ഇപ്പോൾ തന്നെ ആ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. യെസ്, ആ മുറിവേറ്റ ഹൃദയങ്ങളിൽ ഇപ്പോൾ തന്നെ ആശ്വാസത്തിൻ്റെ എണ്ണ പകർന്നാട്ടപ്പ. ആ ഭയം മാറി, ആ ഒരു എന്താ പറയുക, നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറി. ആ കർത്താവരുടെ അകത്ത് ആമേൻ അൺഫോർഗിവ്നെസ് വന്നിട്ടുണ്ടെങ്കിൽ, കയ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്തു കളഞ്ഞ് യേശു ക്രിസ്തു മുഖാന്തരമുള്ള അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. അവർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ആ നെഗറ്റീവിൻ്റെ സ്പിരിറ്റിനെ ഐ ബ്രേക്ക് ദാറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യെസ്, ആ വാക്ക് ഞാൻ വീണ്ടും പറയുക. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ കർത്താവ് പുതിയതൊന്ന് ചെയ്തു. അത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ സ്വഭാവത്തിന് തക്കവണ്ണമല്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവർത്തിക്ക് തക്കവണ്ണം. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, ഏറ്റവും അഭിമാനകരമായിരിക്കും, ഏറ്റവും മാനിക്കത്തക്കതായിരിക്കും. ഗാഡ് ബ്ലസ് യു. ആമേൻ.